ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിവ്യൂ അണ്ടർ സിവിൽ പ്രൊസീജിയർ കോഡ് 1908നെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. ഒരു പെർട്ടിക്കുലർ കേസിന്റെ മുകളിൽ ഒരു കോടതി ഒരു ജഡ്ജ്മെന്റോ അല്ലെങ്കിൽ ഓർഡറോ പാസ്സാക്കി കഴിഞ്ഞു. അതേ സെയിം ഓർഡറിന്റെ മുകളിൽ അല്ലെങ്കിൽ അതേ സെയിം ജഡ്ജ്മെന്റിനെ വീണ്ടും അതേ കോടതി അതുപോലെ തന്നെ അതേ ജഡ്ജ് ജുഡീഷ്യലി റീ എക്സാമിൻ ചെയ്യുന്നതിനെയാണ് റിവ്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 114 ഓഫ് CPC ആണ് ഈ റിവ്യൂ ചെയ്യാനുള്ള പവറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ജനറൽ റൂൾ എന്താണെന്ന് വെച്ചാൽ, ഒരു കോടതി ഒരിക്കൽ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഓർഡർ പാസ്സാക്കി കഴിഞ്ഞാൽ അതേ കോടതിക്ക് ആ ഒരു പെർട്ടിക്കുലർ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഓർഡറിന്റെ മുകളിൽ ഫർദർ ആൾട്ടറേഷൻസ് ഒന്നും വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ റിവ്യൂ ഈ ഒരു ജനറൽ റൂളിന് ഒരു എക്സെപ്ഷൻ ആണ്. കാരണം സെയിം കോടതി സെയിം ജഡ്ജ് തന്നെയാണ് ഇവിടെ അവർ നേരത്തെ കൊടുത്തിട്ടുള്ള ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഓർഡറിന്റെ മുകളിൽ റിവ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ജുഡീഷ്യലി റീ എക്സാമിൻ ചെയ്യുന്നത്. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് ആ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ആ ഒരു ഓർഡറിലെ പാർട്ടി ആയിരിക്കണം. അതായത് പാർട്ടി ടു ദ ഡിഗ്രി അല്ലെങ്കിൽ പാർട്ടി ടു ദ ഓർഡറിന് മാത്രമാണ് ഒരു റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് ഡിഗ്രി അല്ലെങ്കിൽ ഓർഡറിൽ പാർട്ടി അല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ആ ഒരു പെർട്ടിക്കുലർ ഡിഗ്രിയുടെ മുകളിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ രണ്ട് സർക്കംസ്റ്റൻസസിലാണ് റിവ്യൂ പെറ്റീഷൻ മെയിൻറ്റെയിനബിൾ ആയിട്ടുള്ളത്. അതായത് ഒന്ന് എന്ന് പറയുന്നത് അതൊരു നോൺ അപ്പീലബിൾ ജഡ്ജ്മെന്റ് ആയിരിക്കണം. രണ്ട് എന്ന് പറയുന്നത് അപ്പീൽ അവൈലബിൾ ആണ്, ബട്ട് പാർട്ടീസ് വേറെ ഫർദർ അപ്പീലിനൊന്നും പോയിട്ടില്ല. അങ്ങനെ വരുന്ന സർക്കംസ്റ്റൻസസിൽ മാത്രമാണ് ഈ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് റിവ്യൂ പെറ്റീഷൻ എപ്പോഴൊക്കെയാണ് മെയിൻറ്റെയിനബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിലെ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പീൽ അവൈലബിൾ അല്ലാത്ത സമയത്ത്, അതല്ലെങ്കിൽ ഇനി ഫർദർ അപ്പീലൊന്നും അവൈലബിൾ അല്ലെങ്കിൽ റിവ്യൂ പെറ്റീഷൻ മെയിൻറ്റെയിനബിൾ ആയിരിക്കും. രണ്ടാമതായിട്ട് അപ്പീൽ അവൈലബിൾ ആണ്, ബട്ട് പാർട്ടീസ് അപ്പീലിന് പോകാൻ പ്രിഫർ ചെയ്യുന്നില്ല, ബട്ട് റിവ്യൂ ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. മൂന്നാമതായിട്ട് സ്മോൾ കോസസ് കോർട്ട് റെഫർ ചെയ്തിട്ടുള്ള പെറ്റീഷൻസ് മെയിൻറ്റെയിനബിൾ ആയിരിക്കും. സോ ഈ മൂന്ന് കണ്ടീഷൻസിന്റെ അണ്ടറിലാണ് ഈ റിവ്യൂ പെറ്റീഷൻ മെയിൻറ്റെയിനബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഗ്രൗണ്ട്സ് ഓഫ് റിവ്യൂ ആണ്. അതായത് എന്തൊക്കെ ഗ്രൗണ്ടിന്റെ അണ്ടറിലാണ് റിവ്യൂ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഓൺ ഡിസ്കവറി ഓഫ് ന്യൂ ആൻഡ് ഇമ്പോർട്ടൻറ്റ് മാറ്റർ ഓഫ് എവിഡൻസ്. പുതുതായി കണ്ടുപിടിച്ചിട്ടുള്ള അതുപോലെ തന്നെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്ന രീതിയിലുള്ള ഒരു എവിഡൻസ് കണ്ടെത്തുന്ന സ്ഥിതിയിൽ ഒരു ആ പാർട്ടി ടു ദ ഡിഗ്രി അല്ലെങ്കിൽ ഓർഡറിന് റിവ്യൂ പെറ്റീഷൻ സമർപ്പിക്കാവുന്നതാണ്. ബട്ട് അവിടെ ഒരു കണ്ടീഷൻ കൂടിയും പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യത്തെ ആ കേസ് നടക്കുന്ന സമയത്ത് അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും ആ ഒരു എവിഡൻസ് ഹാജരാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. സോ അതായത് അദ്ദേഹം മാക്സിമം ഒന്ന് ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു പെർട്ടിക്കുലർ എവിഡൻസ് ഹാജരാക്കാൻ, ബട്ട് എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിനെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണ്. ബട്ട് നൗ ഇറ്റ് ഈസ് അവൈലബിൾ. സോ അങ്ങനെയുള്ള ആ ഒരു ഗ്രൗണ്ടിന്റെ അണ്ടറിൽ റിവ്യൂ പെറ്റീഷൻ സമർപ്പിക്കാവുന്നതാണ്. അതായത് ന്യൂ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് എവിഡൻസ് എന്തെങ്കിലും കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് മിസ്റ്റേക്സ് ഓർ എറർ അപ്പാരന്റ് ഓൺ ദ ഫേസ് ഓഫ് ദ റെക്കോർഡ്. മുന്നേ കൊടുത്തിട്ടുള്ള ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഡിഗ്രിയിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എററോ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. മൂന്നാമതായിട്ട് അതർ സഫിഷ്യന്റ് ഗ്രൗണ്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതർ സഫിഷ്യന്റ് ഗ്രൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്ക് നോട്ടീസ് കൊടുക്കാണ്ടിരിക്കുക, അതായത് എവിഡൻസ് ഹാജരാക്കാൻ വേണ്ടിയിട്ട് പാർട്ടീസിന് നോട്ടീസ് കൊടുക്കാണ്ടിരിക്കുകയോ അതല്ലെങ്കിൽ ആ പാർട്ടീസിന് അവരുടെ ഭാഗത്തു നിന്നുള്ള എവിഡൻസ് സമർപ്പിക്കാൻ അവസരം കൊടുക്കാണ്ടിരിക്കുകയോ അതല്ലെങ്കിൽ ഈ പാർട്ടീസിന് ഈ വിധി കൊടുക്കുന്ന സമയത്ത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഒക്കെ കൺസിഡർ ചെയ്യാണ്ടിരിക്കുകയോ
അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളാണ് നമ്മൾ ഈ സഫിഷ്യന്റ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുന്ന ആ സഫിഷ്യന്റ് ഗ്രൗണ്ട്സിലും നമുക്ക് റിവ്യൂ പെറ്റീഷൻ സമർപ്പിക്കാവുന്നതാണ്. ഈ റിവ്യൂ പെറ്റീഷൻ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് ആ ഒരു പെർട്ടിക്കുലർ ഡിഗ്രി അല്ലെങ്കിൽ ഓർഡർ പാസ്സാക്കിയിട്ടുള്ള ജഡ്ജിന് മുൻപാകെ ആണ്. ഇപ്പോൾ ആ ജഡ്ജ് അവൈലബിൾ അല്ലെങ്കിൽ പിന്നെ ആരാണ് ആ ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത്, ആ ഒരു ജഡ്ജിനായിരിക്കണം ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ടൈം പീരിയഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ഒഴിച്ച് ബാക്കി എല്ലാ കോടതിയിലേക്കും 30 ദിവസത്തിനുള്ള, അതായത് ആ ഒരു പെർട്ടിക്കുലർ ഡിഗ്രി അല്ലെങ്കിൽ ഓർഡർ പാസ്സാക്കിയിട്ട് 30 ദിവസത്തിനുള്ളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോർ റിവ്യൂ സമർപ്പിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫോം എന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അപ്പീൽ രൂപത്തിലാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് റിവ്യൂവിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ഈ ചാനൽ വഴി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.